ഗ്രേഡിയൻ്റ് ഓഫ് സ്കെയിലാറാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണ് ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം സ്പേസ് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് വി എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലാർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്കെയിലാറിൻ്റെ മാക്സിമം സ്പേസ് റേറ്റ് ഓഫ് ഇൻക്രീസ്. അതാണ് ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞത്. നമ്മൾ ഡിറൈവ് ചെയ്തു. എങ്ങനെയാണ് ഡിറൈവ് ചെയ്തത്? ഒരു ഫിഗറിൽ നമ്മൾ ഡിഫറൻസ് ഇൻ വി കണ്ടുപിടിച്ചു. അത് മാക്സിമം ആവുന്നത് എപ്പോഴാണെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയാണ് ഡിറൈവ് ചെയ്തത് അല്ലേ. ഡിഫറൻസ് ഓഫ് വി കണ്ടുപിടിച്ചു, അത് മാക്സിമം ആവുന്നത് എപ്പോഴാണെന്ന് നോക്കി. അങ്ങനെയാണ് നമ്മൾ ഡെറിവേഷൻ നമുക്ക് രണ്ട് സെൻറ്റൻസിൽ അങ്ങനെ പറയാം, മാക്സിമം ആവുന്നത് എപ്പോഴാണെന്ന് നോക്കി. ഇനി നമ്മൾ ആദ്യം ഡെൽ ഓപ്പറേറ്ററിൻ്റെ പറഞ്ഞു തന്നെയാണ്. ഡെൽ ഓപ്പറേറ്ററിൻ്റെ ഇക്വേഷൻ തന്നെയാണ് ഗ്രേഡിയൻറ്റിൻ്റെ ഇക്വേഷനും. ഗ്രേഡിയൻ്റ് ഓഫ് വി ഇൻ ഡിഫറെൻറ്റ് കോർഡിനേറ്റ്സ്. വി എന്ന് പറയുന്ന ഒരു സ്കെയിലാണ്. ജസ്റ്റ് നമ്മളിവിടെ വി സപ്ലൈ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ആ ഡെല്ലിൻ്റെ ഇക്വേഷനിൽ വി സപ്ലൈ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ഇതാണ് ഗ്രേഡിയൻറ്റിൻ്റെ ഇക്വേഷൻ. ഇനി കമ്പ്യൂട്ടേഷണൽ ഫോർമുലാസ്, അതായത് ഗ്രേഡിയൻ്റ് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഗ്രേഡിയൻ്റ്. ഇപ്പോൾ യു ആൻഡ് വി എന്ന് പറയുന്ന രണ്ടും സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെങ്കിൽ, യുവും വിയും സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഡെൽ ഓഫ് യു പ്ലസ് വി ഇസ് ഈക്വൽ ടു ഡെൽ ഓഫ് വി പ്ലസ് ഡെൽ ഓഫ് യു ആയിരിക്കും. ഡെൽ ഓഫ് വി പ്ലസ് യു ഇസ് ഈക്വൽ ടു ഡെൽ ഓഫ് വി പ്ലസ് ഡെൽ ഓഫ് യു ആയിരിക്കും. ഇനി മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആണല്ലേ, അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ അതിൻ്റേതായിട്ടുള്ള റൂൾ ഉണ്ടാവും. അതായത് ഡെൽ ഓഫ് വി യു ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഡെൽ ഓഫ് യു പ്ലസ് യു ഇൻറ്റു ഡെൽ ഓഫ് വി. വി ഇൻറ്റു ഡെൽ ഓഫ് യു പ്ലസ് യു ഇൻറ്റു ഡെൽ ഓഫ് വി. എഗെയിൻ ഡെൽ ഓഫ് വി ബൈ യുവിൻ്റെ റൂൾ എന്താണെന്ന് നോക്കാം. വി ബൈ യു, നിങ്ങൾ ഡിഫറൻസിയേഷൻ ഇങ്ങനെ റൂൾ പഠിച്ചിട്ടില്ലേ, മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ഉള്ള റൂൾ പഠിച്ചിട്ടില്ലേ, അതുപോലെ ഡെൽ ഓപ്പറേറ്ററിൻ്റെ റൂൾസാണിത്. ഫോർമുലാസ്, റൂൾസ് എന്നൊക്കെ പറയാം. ഇനി വി ബൈ യു ഇസ് ഈക്വൽ ടു യു del v minus v del u divided by u square. ഡിഫറൻസിയേഷൻ്റെ അതേ റൂൾസ് തന്നെയാണ്, ഏകദേശം ഡിഫറൻസിയേഷൻ്റെ റൂൾസ് തന്നെയാണിത്. ഇനി del v raised to n is equal to n into v n minus 1 into del v. ഡിഫറൻസിയേഷൻ്റെ റൂൾസാണ്. എന്നാലും നിങ്ങൾ ഡെല്ലിൻ്റെ ടേംസിൽ ഇങ്ങനെ എഴുതണം. അതിൻ്റെ റൂൾസ് ചോദിച്ചാൽ വിയും യുവും സ്കെയിലാർസ് ആണെന്ന് എഴുതണം. 4 റൂൾസാണ്, മെയിനായിട്ടുള്ള 4 റൂൾസാണ് പറഞ്ഞിട്ടുള്ളത്. അഡിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആൻഡ് പവേഴ്സ്, അതിൻ്റെ റൂൾസാണ് പറഞ്ഞിട്ടുള്ളത്. എൻ ഈസ് എൻ ഇൻറ്റീജർ എന്നും എഴുതണം. ഇതിങ്ങനെ തന്നെ എഴുതി വെക്കുക, ഫോർമുലാസ് ആൻഡ് റൂൾസ്. അഗെയിൻ ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടീസാണ് ഗ്രേഡിയൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ്. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കണം. പ്രോപ്പർട്ടീസായിട്ട് തന്നെ ചോദിക്കാറുണ്ട്. ഓരോ 5 പോയിൻറ്റ്സാണ് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വി പെർ യൂണിറ്റ് ഡിസ്റ്റൻസ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ വി ഈക്വൽ ടു മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വി പെർ യൂണിറ്റ് ഡിസ്റ്റൻസ്. അതായത് ഡി വി ബൈ ഡി എൽ ആണ് നമ്മൾ എടുത്തത് അല്ലേ. ഡി വി ബൈ ഡി എൽ ആണ് എടുത്തത്. ഡെൽ വി ഈക്വൽസ് മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വി പെർ യൂണിറ്റ് ലെങ്ത്. പെർ യൂണിറ്റ് ലെങ്ത് ഡി വി ബൈ ഡി എൽ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇക്വേഷൻ ഓർമ്മിക്കുക. ഈക്വേഷൻ ഡി വി ബൈ ഡി എൽ എടുത്തപ്പോഴാണ് നമുക്ക് ഗ്രേഡിയൻറ്റ് കിട്ടിയത്. അത് മാക്സിമം ആകുന്ന ടൈമിലാണ് കിട്ടിയത്. അതായത് ഡിഫറൻസ് ഇൻ വി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വി പെർ യൂണിറ്റ് ലെങ്ത്. അതാണ് ഫസ്റ്റ് പോയിൻ്റ് പറഞ്ഞിട്ടുള്ളത്. ഈ സെക്കൻഡ് പോയിൻ്റ് del v points in the direction of maximum rate of change in v. del v പോയിൻ്റ് ചെയ്യുന്ന ഡയറക്ഷൻ, അതായത് ഡയറക്ഷൻ എന്താണ്? del v പോയിൻ്റ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച്, വിക്ക് മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ടാക്കുന്ന ഡയറക്ഷനിലേക്കാണ് del v പോയിൻ്റ് ചെയ്യുന്നത്. അതായത് ഗ്രേഡിയൻ്റ് പോയിൻ്റ് ചെയ്യുന്നത് മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് പറഞ്ഞു, മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വി പെർ യൂണിറ്റ് ലെങ്ത്. ഇനി അതിൻ്റെ ഡയറക്ഷൻ അതേ അതിൻ്റെ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ചിൻ്റെ ഡയറക്ഷനായിരിക്കും. ഇനി del v at any point is perpendicular to constant v surface that passes through
ദാറ്റ് പോയിന്റ്. അതായത് നമ്മൾ പറഞ്ഞു ഇതിന് നോർമൽ ആവുമ്പോൾ, അതായത് വി എന്ന് പറയുന്ന കോണ്ടോറിന് നോർമൽ ആയിരിക്കും അല്ലേ. വി എന്ന് പറയുന്ന കോണ്ടോറിന് നോർമൽ ആവുമ്പോഴാണ്, അതായത് ജീൻ്റെ സെയിം ഡയറക്ഷനിൽ വി ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും, നോർമൽ ഡയറക്ഷൻ ആയിരിക്കും. നോർമൽ ഡയറക്ഷൻ ആകുമ്പോഴാണ് നമുക്ക് മാക്സിമം റേറ്റ് കിട്ടുന്നത്. അതായത് ഗ്രേഡിയൻറ്റ് ഡെൽ വി അറ്റ് എനി പോയിന്റ് ഈസ് പെർപെൻഡിക്കുലർ ടു കോൺസ്റ്റൻറ്റ് വി സർഫസ്. കോൺസ്റ്റൻറ്റ് വി സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലെങ്കിൽ നോർമൽ ആയിരിക്കും. ദാറ്റ് പാസസ് ത്രൂ ദാറ്റ് പോയിന്റ്. അതായത് നമ്മൾ P1 എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ P1ന് നോർമൽ ആയിട്ടുള്ള ഡയറക്ഷനിലാണ് നമുക്ക് ഗ്രേഡിയൻറ്റ് വി കിട്ടുന്നത്. ജീൻ്റെ ഡയറക്ഷൻ നോർമൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഇനി projection or component of del v in the direction of unit vector A is del v dot A and is called directional derivative of v along A. ഇത് ശ്രദ്ധിക്കണം, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്താണെന്ന് ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രൊജക്ഷൻ ഓഫ് ഡെൽ വി ഇൻ ദി ഡയറക്ഷൻ ഓഫ് യൂണിറ്റ് വെക്റ്റർ എ. ഇത് യൂണിറ്റ് വെക്റ്റർ എ ആണ്. യൂണിറ്റ് വെക്റ്റർ എ ഈസ് ഡെൽ ഡോട്ട് എ എന്ന് പറയാം. ഡെൽ ഡോട്ട് എ ആൻഡ് ഈസ് കോൾഡ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് വി അലോങ് എ. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് വി അലോങ് എ എന്ന് പറയാം. ദിസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വി ഇൻ ദി ഡയറക്ഷൻ ഓഫ് എ. അതായത് വിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ദി ഡയറക്ഷൻ ഓഫ് എ ആണ് നമുക്ക് കിട്ടുക. ദസ് ദ ഗ്രേഡിയൻ്റ് ഓഫ് സ്കെയിലാർ ഫംഗ്ഷൻ വി പ്രൊവൈഡ് അസ് വിത്ത് ബോത്ത് ഡയറക്ഷൻ in which v changes most rapidly and the magnitude of maximum directional derivative of v. maximum directional derivative ന്റെ ആണ് നമുക്ക് ഗ്രേഡിയൻ്റ് തരുന്നത്. ഏത് ഡയറക്ഷനിലായിട്ടാണ് വി റാപ്പിഡ്ലി മോസ്റ്റ് റാപ്പിഡ്ലി ചേഞ്ച് ചെയ്യുന്നത്, ഓർ എന്താണ് മാക്സിമം ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് വി. മാക്സിമം പോയിൻ്റാണ് നമുക്ക് തരുന്നത്. മോസ്റ്റ് റാപ്പിഡ്ലി ആൻഡ് മാക്സിമം ആയിട്ട് വി ചേഞ്ച് ചെയ്യുന്ന ഡയറക്ഷനാണ് നമുക്ക് ഗ്രേഡിയൻ്റ് തരുന്നത്. ഇനി ഡെൽ വിനകത്ത് നമ്മൾ വി എ ഇസിക്കൽ ടു ഡെൽ വി ആണെങ്കിൽ, അതായത് ഡെൽ വി എന്ന് പറയുന്നത് ഒരു വെക്ടറാണ് കിട്ടുക അല്ലേ. അപ്പോൾ വെക്ടർ എ ഇസിക്കൽ ടു ഡെൽ വി ആണെങ്കിൽ വി ഈസ് സെറ്റ് ടു ബി സ്കെയിലാർ പൊട്ടൻഷ്യൽ ഓഫ് എ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് സ്കെയിലാർ പൊട്ടൻഷ്യൽ എന്ന് ചോദിക്കും. വി ഈസ് സെറ്റ് ടു ബി സ്കെയിലാർ പൊട്ടൻഷ്യൽ ഓഫ് എ. എ എന്ന് പറയുന്ന വെക്ടർ ഡെൽ വി ആണെങ്കിൽ, അതായത് ഗ്രേഡിയൻ്റ് ഓഫ് വി ആണെങ്കിൽ വി ഈസ് സെറ്റ് ടു ബി സ്കെയിലാർ പൊട്ടൻഷ്യൽ ഓഫ് എ. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? സ്കെയിലാർ പൊട്ടൻഷ്യൽ ഓഫ് എ. ഒരു വെക്ടറിൻ്റെ സ്കെയിലാർ പൊട്ടൻഷ്യൽ ഓഫ് എ എന്ന് പറഞ്ഞാൽ എ ഇസ് ഈക്വൽ ടു ഡെൽ വി ആണെങ്കിൽ ഇതിനകത്തുള്ള വി എന്ന് പറയുന്ന സ്കെയിലാറിന് നമ്മൾ പറയുന്ന പേരാണ് സ്കെയിലാർ പൊട്ടൻഷ്യൽ ഓഫ് എ. ഇനി ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്താണ്? ഗ്രേഡിയൻറ്റ് വി ഡോട്ട് എ ആണ് നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. എ എന്ന് പറയുന്ന വെക്ടറിൻ്റെ യൂണിറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷനിലുള്ള ഡെൽ വിയുടെ കോമ്പണൻറ്റ്, അതായത് ഗ്രേഡിയൻറ്റിൻ്റെ കോമ്പണൻറ്റ്, അതായത് ഓരോ വെക്ടറിൻ്റെയും ഡയറക്ഷനിൽ, ഇപ്പോൾ എ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു യൂണിറ്റ് വെക്ടർ ആയിരിക്കും, ആ യൂണിറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷനിൽ ഉണ്ടാവുന്ന മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വി, അതാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഡെൽ ഡോട്ട് വി ഡോട്ട് എ എന്ന് പറയുന്നത്, ഡെൽ വി ഡോട്ട് എ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി തന്നു, ഒരു യൂണിറ്റ് വെക്ടറും തന്നു. ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി നിങ്ങളുടെ കയ്യിലുണ്ട് വി, ഒരു യൂണിറ്റ് വെക്ടറും ഉണ്ട് എ. അപ്പോൾ എൻ്റെ ഡയറക്ഷനിലുള്ള മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വി കണ്ടുപിടിക്കാൻ പറയുന്നു. എ എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷനിലുള്ള മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വി കണ്ടുപിടിക്കാൻ പറയുന്നു. എന്താണ് നിങ്ങൾ കണ്ടുപിടിക്കുക? ആദ്യം ഗ്രേഡിയൻ്റ് ഓഫ് വി കണ്ടുപിടിക്കും, അതായത് ഡെൽ വി കണ്ടുപിടിക്കും. എന്നിട്ട് ഡെൽ വി ഡോട്ട് എ കണ്ടുപിടിച്ചാൽ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വി ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ആയി. നമുക്ക് ഏതോ ഒരു യൂണിറ്റ് വെക്ടർ ഏതോ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി വി എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. ആ വി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമുക്ക് വേണ്ട ഒരു ഡയറക്ഷൻ, ഈ ഡയറക്ഷനിൽ എത്രമാത്രം ചേഞ്ച് ആവും, എ എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷനിൽ എത്രമാത്രം മാക്സിമം ചേഞ്ച് അതിനുണ്ടാവും. നമ്മൾ ഓരോ
ഒരു എക്സാമ്പിളായിട്ട് പറയുമ്പോൾ ഒരു ഗ്യാസ് ലീക്കായി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഗ്യാസ് സ്പ്രെഡ് ആവുന്ന വിചാരിക്കുക. അത് ഏത് ഡയറക്ഷനിലോട്ട് മാക്സിമം അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ കണ്ടുപിടിച്ചാൽ നമുക്ക് അത് ഏത് ഡയറക്ഷനിലോട്ട് മാക്സിമം സ്പ്രെഡ് ആവുമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അല്ലേ. അതുപോലെ അതിൻ്റെ മാക്സിമം ചേഞ്ച് ഏത് ഡയറക്ഷനിലോട്ട് പോകും, ഈ ഡയറക്ഷനിലോട്ട് വരുമോ, അല്ലെ റൂമിൻ്റെ ഈ കോർണറിൽ ആ ഗ്യാസ് എത്തുമോ, അങ്ങനെയൊക്കെ കണ്ടുപിടിക്കേണ്ട കാൽക്കുലേഷൻസ് ഇല്ലേ, അതൊക്കെ ചെയ്യുന്നത് ഈ ഗ്രേഡിയൻ്റൊക്കെ യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ ആ കോർണറിൽ അല്ലെങ്കിൽ ഗ്യാസിന് പറയുന്നത് ഫ്ലക്സ് എന്ന് പറയാം. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് ഈ ഡയറക്ഷനിലോട്ട് എത്തുമോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ഡയറക്ഷൻ്റെ യൂണിറ്റ് വെക്ടറും നിങ്ങളെ സ്കെയിലാർ ക്വാണ്ടിറ്റിയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെ വൈഡ് ആപ്ലിക്കേഷൻസ് നിങ്ങൾ റിയൽ ലൈഫിൽ ഒരുപാട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം, ടെക്നിക്കൽ അഡ്വാൻസ്മെൻറ്റിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസാണ് ഇതൊക്കെ. ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രേഡിയൻറ്റ്. ആദ്യത്തെ 3 പ്രോപ്പർട്ടിയും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ ഇക്വേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വി പെർ യൂണിറ്റ് ഡിസ്റ്റൻസ്, അതായത് dv/dl ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം ഡയറക്ഷനിലായിരിക്കും. dv ചേഞ്ച് ചെയ്യുന്ന മാക്സിമം ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക. ഇനി അഗെയിൻ പെർപെൻഡിക്കുലർ ആയിരിക്കും. എന്തിന് പെർപെൻഡിക്കുലർ ആയിരിക്കും? വി എന്ന് പറയുന്ന വെക്ടറിനാണ് ആംഗിൾ 90 ഡിഗ്രി അല്ലെ നോർമലായിരിക്കും. വി എന്ന് പറയുന്ന സ്കെയിലാറ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കോണ്ടോറിന് നോർമലായിരിക്കും ജീൻ്റെ ഡയറക്ഷൻ. വി എന്ന് പറയുന്ന സ്കെയിലാർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കോണ്ടോർ, അതാണ് v1 v2 v3 എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത, അതിന് നോർമലായിരിക്കും ഗ്രേഡിയൻറ്റിൻ്റെ ഡയറക്ഷൻ. അതാണ് 3ാമത്തെ പോയിന്റ് പറയുന്നത്. 4ാമത്തെ പോയിന്റ് പറയുന്നത് പ്രൊജക്ഷൻ ഓഫ് del v ഇൻ ദി ഡയറക്ഷൻ ഓഫ് എ യൂണിറ്റ് വെക്റ്റർ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമ്മൾ del v ഗ്രേഡിയൻ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഏത് ഭാഗത്തോട്ട് ഏത് പോയിന്റിൽ, ഇപ്പം എ എന്ന് പറയുന്ന പോയിന്റിലുള്ള അതിൻ്റെ കോമ്പണൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. എ എന്ന് പറയുന്ന ഡയറക്ഷനിലുള്ള അതിൻ്റെ കോമ്പണൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. A1 എന്ന് പറയുന്ന ഡയറക്ഷൻ വേറൊരു ഡയറക്ഷൻ കൊടുത്ത് ആ ഡയറക്ഷനിലുള്ള അതിൻ്റെ കോമ്പണൻറ്റ്, അതായത് അവിടത്തേക്ക് എത്രമാത്രം മാക്സിമം അത് പോകുന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ തന്നെ മനസ്സിലാക്കുക. ഇനി അതിന് പറയുന്ന ഒരു പേരാണ് പറഞ്ഞത്, വിക്ക് പറയുന്ന ഒരു പേരാണ് സ്കെയിലാർ പൊട്ടൻഷ്യൽ ഓഫ് എ. വൺ വേർഡായിട്ട് ചോദിക്കലുണ്ട് കേട്ടോ, വൺ വേർഡായിട്ട് ചോദിക്കലുണ്ട്. ഇതിൻ്റെ അകത്ത് വരുന്ന വൺ വേർഡൊക്കെ വളരെ ട്രിക്കി ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ ട്രിക്കി ആയിട്ടുള്ള വൺ വേർഡ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് വി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞൂടെ, പിന്നെ എന്താണ് ഗ്രേഡിയൻറ്റിൻ്റെ 3 പ്രോപ്പർട്ടീസ്, അതിൻ്റെ പ്രൊജക്ഷൻ അല്ലെങ്കിൽ കോമ്പണൻറ്റ്, വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലായതുകൊണ്ടുണ്ടാകുന്ന ഇഫക്റ്റ്, ആ സ്കെയിലാർ ക്വാണ്ടിറ്റി കൊണ്ടുണ്ടാകുന്ന ഇഫക്റ്റ് അല്ലെങ്കിൽ മാക്സിമം ഇഫക്റ്റ്, അതാണ് ഈ ഗ്രേഡിയൻറ്റ് വി എന്ന് പറയുന്നത്. അപ്പോൾ 5 പോയിൻറ്റ്സ് ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള 5 നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതിങ്ങനെ പോയിൻ്റ് ആയിട്ട് പഠിച്ചാൽ മതി, മനസ്സിലാക്കി പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ നോട്ടിൽ എഴുതി വെക്കുക, ആ ഫിഗർ വരയ്ക്കുക. ഡെറിവേഷൻ അതേപോലെ തന്നെ, ഞാൻ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഡെറിവേഷൻ അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് തന്നിട്ടില്ല, ആ ഡെറിവേഷൻ അതേപോലെ തന്നെ. അതിൻ്റെ അകത്ത് ഈ ടെക്സ്റ്റിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് നമുക്ക് റെഡ്യൂസ് ചെയ്യാനൊന്നുമില്ല, ഇൻക്ലൂഡ് ചെയ്യാനേ ഉള്ളൂ. അതായത് ഇതിൻ്റെ അകത്ത് നിന്ന് ആ തന്നിട്ടുള്ളത് നിങ്ങൾ എന്തായിട്ടും എഴുതണം. അതിൻ്റെ അകത്ത് ഏറ്റവും റെഡ്യൂസ്ഡ് ഫോമിലാണുള്ളത്, ആ ഫോമിൽ എന്തായാലും നിങ്ങൾ പഠിക്കണം. പിന്നെ ഇതിൻ്റെ എന്താ പറയുക പ്രോപ്പർട്ടീസും അതിൻ്റെ റൂൾസ്, ഈ റൂൾസാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായത്, റൂൾസും പഠിക്കണം. ഇത് കംപ്ലീറ്റ് ആയിട്ട് നോട്ടിൽ എഴുതി വെക്കുക. നോട്ട് ഞാൻ ചെക്ക് ചെയ്യും ഒരു പ്രാവശ്യം, ഞാനൊരു ലിങ്ക് തരും, ആ ലിങ്കിനകത്ത് നോട്ട് സബ്മിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ആ ലിങ്ക് ഞാൻ സെൻഡ് ചെയ്ത് തരാം, ആ ലിങ്കിനകത്ത് നോട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സൈസൊന്നും ഒരു പ്രോബ്ലം ആവില്ല. അപ്പോൾ ഞാൻ പറയാം, ഒരു ഡേറ്റ് പറഞ്ഞാൽ ആ ഡേറ്റിൽ നോട്ട് വെക്കണം. അതിനകത്ത് ഈ കാര്യങ്ങൾ, ഇത്രയും വരെയുള്ള കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവണം. ഡെറിവേഷൻ, ഈക്വേഷൻ, പിന്നെ ഫിഗർ വെച്ചിട്ടാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് അല്ലേ. ഈ ഫിഗറിലാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഫിഗർ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഫിഗർ. ഇത്രയും ഈക്വേഷൻസ്, അത് കഴിഞ്ഞ് ഓരോ കോർഡിനേറ്റ്സിലുള്ളത്, ആദ്യത്തേത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആണ്, ഇവിടെ വന്നിട്ടില്ല, ഫുള്ള് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആണ്. ഇത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ്, സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ്. ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇത് അതിൻ്റെ ഫോമുലാസാണ്. ആ ഫോമുല
ഡിഫറൻസിയേഷൻ്റെ ഫോർമുലാസ് പോലെ തന്നെയാണ് ഏകദേശം. പക്ഷേ നിങ്ങളിത് ബൈഹാർട്ട് പഠിക്കുക. ബൈഹാർട്ടല്ല, മനസ്സിലാക്കിയവർക്ക് പെട്ടെന്ന് പഠിക്കാം. ഡിഫറൻസിയേഷൻ്റെ അതേ ഇക്വേഷൻസ് തന്നെയാണ്. എഗെയിൻ പ്രോപ്പർട്ടീസ്, 3 പ്രോപ്പർട്ടി. ആദ്യം തന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ചിലാണെന്ന് പറയുന്നത്. പിന്നെ ഡയറക്ഷൻ ഓഫ് വി മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ചിലാണെന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ പെർപെൻഡിക്കുലർ ടു ദി കോൺസ്റ്റൻറ്റ് വി സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കുന്നു പറയുന്നത്. നോർമൽ ആയിട്ടുള്ള വെക്ടർ. ഇനി പ്രൊജക്ഷൻ ഓഫ് ഡെൽ വി എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനിലും നമുക്ക് അതിൻ്റെ കോമ്പണൻറ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ പ്രൊജക്ഷൻ ഓർ കോമ്പണൻറ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഗ്രേഡിയൻറ്റിൻ്റെ കോമ്പണൻറ്റ് എന്ത് ചെയ്താൽ മതി? ഡെൽ വി ഡോട്ട് എ എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനിലാണോ നമുക്ക് ആവശ്യം ആ ഡയറക്ഷൻ്റെ യൂണിറ്റ് വെക്ടറാണ് എ. ഇനി സ്കെയിലർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വി ആണ്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഓക്കെ, നോട്ട് കംപ്ലീറ്റ് ആയിട്ട് എഴുതിയെടുക്കുക. നമ്മൾ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ നോട്ട് ഇത്രയും വരെയുള്ള നോട്ടെല്ലാം എഴുതിയെടുക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ നോട്ടൊക്കെ ആവശ്യമായിരിക്കും. അപ്പോൾ സ്ലൈഡിൽ നിന്ന് തപ്പിയിട്ട് അല്ലെങ്കിൽ വീഡിയോ നിന്ന് തപ്പിയിട്ട് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നോട്ട് എഴുതിയെടുക്കുക. ഇനി ഈ സ്ലൈഡിലില്ലാത്ത കാര്യങ്ങൾ കുറച്ച് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. നിങ്ങൾക്ക് ആ ഫിഗറിൻ്റെ ഒക്കെ എക്സ്പ്ലനേഷൻ കുറച്ച് ഞാൻ അധികം പറഞ്ഞു. അതൊക്കെ നിങ്ങൾ എഴുതി വെക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറന്നു പോകും കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു.